മുരിങ്ങാച്ചപ്പ് പൊരിക്കൊന്ന് ഗീതേച്ചി കറി വെക്കണ്ട എന്തെങ്കിലും നല്ല തളിര് ചപ്പാന്ന് കേട്ടാ ഭയങ്കര ടേസ്റ്റാണ്. മുരിങ്ങാച്ചപ്പ് മൂത്ത് പോയാലുണ്ടല്ലോ ഒരു കയ്പ്പ് രസം വരും. ഇതാകുമ്പം തളിര് എലിയാന്ന് നല്ല ഉപ്പേരി വെച്ചിട്ട് നിറയെ തേങ്ങയിട്ട് ഉപ്പേരി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അന്നേരം കുറച്ചാൾ എന്നോട് ചോദിച്ചു ഗീതേച്ചി ഈ ഉപ്പേരി എന്നല്ല പറയില്ല, നമ്മുടെ നാട്ടിൽ ഉപ്പേരി പറഞ്ഞാൽ വറുത്തുപ്പേരി എന്ന് ശർക്കര ഉപ്പേരി എന്ന്. നമ്മുടെ നാട്ടിൽ ഉപ്പേരി പറഞ്ഞാൽ വറുത്തുപ്പേരി ശർക്കര ഉപ്പേരി ഉള്ളത് തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ ഈടെ പച്ചക്കറി വെക്കുന്നതിന് ഉപ്പേരി തന്നെ പറയാം. പച്ചക്കറി ഇങ്ങനെ പിന്നെ വറവ് പോലെ ആക്കുന്നതിന് ചില നാട്ടിൽ വറവ്, ചില നാട്ടിൽ തോരൻ. നമ്മൾ ഈടെ ഉപ്പേരി എന്നാ പറയല്. ഞാൻ ഉപ്പേരി എന്ന് പറയില്ല, എൻ്റെ നാട്ടിലെ ഈടെ വറവ് എന്നാ പറയില്ല. എന്തെങ്കിലും ആവട്ടെ അല്ലേ, അരി ചീറ്റി എന്നല്ലല്ലോ പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ നിറച്ച് പച്ചക്കറിയുള്ള സമയത്ത് നമുക്ക് ഈ വളപ്പിലെ ഈ ചായ മനസ്സ മറ്റേ മുരിങ്ങാച്ചപ്പ് ഇതൊന്നും വേണ്ട. നമ്മൾ തിരിഞ്ഞു നോക്കൂല, മൈൻഡ് ആക്കൂല. അവരെ ശരിക്കോട്ടെ ഫ്രിഡ്ജിലെ പച്ചക്കറി തീർന്നാലും നമ്മൾ 2-3 ദിവസം കണ്ടെയ്നർ വലിക്കുകയും ചെയ്യും. ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടോന്ന് അതെല്ലാം തീർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അന്നേരം നമുക്ക് ഇതെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. ഉപ്പേരി വെക്കാനും പരിപ്പിട്ട് വെക്കാനും അല്ലേ. പിന്നെ പരിപ്പിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പേരി വെച്ചാൽ അതെ, പക്ഷെ നല്ലോണം തേങ്ങിയിടണം. ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാകും മുരിങ്ങാച്ചപ്പിന്. പിന്നെ നിങ്ങളെ നാട്ടിലൊന്ന് ഉപ്പേരി വെക്കുക. ഇതിന് കഞ്ഞീര വെള്ളത്തിലെല്ലാം താളിച്ചിട്ട് വെക്കലുണ്ട് എന്ന് പറയുന്നൊക്കെ. ഗീതച്ചക്ക് അതൊന്നും അറിയില്ലേ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം അറിയാം ഗീതച്ചക്ക്, ഇത് തിന്നാൻ വയറ്റിന്ന് ചെറുപറാന്ന് പോകുന്നു. പണ്ട് എല്ലാവരും പറയലുണ്ട് കേട്ടാ, നിങ്ങളേക്കും ഗീതച്ചക്ക് അനുഭവം. ഗീതച്ചിന് ഒരുപാട് മാറ്റി വെക്കുക. നല്ലതാണ് ഇത് വയറ്റിൽ. പിന്നെ ഇത് നീരെല്ലാം പിഞ്ഞെടുത്താൽ കൊളസ്ട്രോൾ ഷുഗറെല്ലാം ഉള്ളവർക്ക് നല്ലതാന്ന് പറഞ്ഞൊക്കെ. ഏതായാലും ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഇതിപ്പോൾ കറി വെക്കാം. മാലയിട്ടതുകൊണ്ട് ഇവർ പപ്പാടെ മാലയിട്ടുകൊണ്ട് ഭയങ്കര പാടല്ലേ ഈശ്വര, അങ്ങനെയൊന്നല്ല. നീ പച്ചക്കറി വെച്ച് ഒപ്പിക്കണ്ടേ. പിന്നെ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ഒരു കറിയായി. ഈ പച്ചക്കറി പറഞ്ഞില്ല എന്നാ ഇതിനെ കൊണ്ട് വെച്ച് ഒപ്പിക്കുക. ഒരു സാമ്പാർ പുളിങ്കറി ഇതന്നെ വെക്കല്, വേറെ ഒന്നും പറ്റൂല. ജനിക്കുമ്പോ പിന്നെ വെജാണെങ്കിൽ സാരമില്ല, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര. നമ്മൾ ഈ നോൺ വെജ് ആയതുകൊണ്ട് ഇടയ്ക്ക് മീൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് അറിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അത്ര പോരാ. എന്നാലും സാരമില്ല അല്ലേ. ഗീതേച്ചി ഇത് കൊണ്ടുപോയിട്ട് ഉപ്പേരി വെക്കാം കേട്ടാ. സാമ്പാർ വെച്ചിന് വേറെ, പിന്നെ മോര് കാച്ചിട്ടുണ്ട്, അതെല്ലാം പോരാ സാമിക്ക് അല്ലേ. നമുക്ക് സാമി മാലിൽ ഒരു വന്നിട്ട് അടിപൊളിയായിട്ട് അതെല്ലാം മുറിക്കാം. എന്നാൽ ഗീതേച്ചി ഇത് പോയിട്ട് വെക്കട്ടെ. കമൻറ്റ് ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ചെയ്യണം, ഫോളോ ചെയ്യണം. നിങ്ങൾക്കാവുന്ന എല്ലാം ചെയ്തോ. നാളെ ഒരു കുഞ്ഞു വീഡിയോ ഗീതേച്ചി പിന്നെയും വരാം.